ഹായ് സുഹൃത്തുക്കളെ, പ്രോഫിറ്റ് ട്രേഡർ സോഫ്റ്റ്വെയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ദിവസം നോക്കുന്നത് നമ്മുടെ പ്രോഫിറ്റ് ട്രേഡർ സോഫ്റ്റ്വെയർ വെച്ച് എങ്ങനെ ഒരു സ്വിംഗ് ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നവർക്ക് നമുക്ക് ഇൻട്രാഡേയിലൊന്നും ചെയ്യാൻ അവർക്ക് ടൈം കാണത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സ്വിംഗ് ട്രേഡിംഗ് ആയിരിക്കും ഏറ്റവും ബെറ്റർ. നമുക്ക് ഇതിനകത്ത് എങ്ങനെ സ്വിംഗ് ട്രേഡിംഗ് യൂസ് ചെയ്യാം എന്നുള്ളതും അതുപോലെ തന്നെ നമുക്ക് ഇൻട്രാഡേയിൽ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ചാർട്ട് ന്യൂസിലൻഡ് ഡോളറിന്റെയും ജാപ്പനീസ് യെന്നിന്റെയും ചാർട്ടാണ്. ഈ ഒരു ചാർട്ടിനകത്ത് നമുക്ക് കറക്റ്റായിട്ട് ഈ സോഫ്റ്റ്വെയറിനകത്ത് നമുക്ക് എൻട്രി വരുന്ന ടൈമിൽ തന്നെ നമുക്ക് എൻട്രി പ്രൈസ്, ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ് എല്ലാം നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കും. അതുപോലെ നമുക്ക് ഈ ചാർട്ടിലും കാണാൻ സാധിക്കും. ഇവിടെ ഒരു സെൽ ട്രേഡ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ സെൽ ട്രേഡ് വന്നിട്ട് നമുക്ക് ഇവിടെ സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് ഹിറ്റ് ആയിട്ടുണ്ട്. അതുപോലെ അതിന് തൊട്ട് മുന്നേ ഒരു ബൈ ട്രേഡ് വന്നത്, അത് നല്ലൊരു പ്രോഫിറ്റ്, അത് നല്ല ഏകദേശം സെക്കൻഡ് ടാർഗറ്റിൽ പോയിട്ടുണ്ട്. അതിന് മുന്നേ സെൽ വന്നത് നല്ലൊരു ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 3 ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. അതിന് മുന്നേ ബൈ വന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം തന്നെ നോക്കി നമുക്ക് എത്ര ട്രേഡുകളാണ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. അതിന് മുന്നേ സെൽ ട്രേഡ് വന്നിരിക്കുന്നത്, അതിന് മുന്നേ ബൈ ട്രേഡ് വന്നിരിക്കുന്നത്, അതിന് മുമ്പ് സെൽ ട്രേഡ് വന്നിരിക്കുന്നത്, അതിന് മുമ്പ് ബൈ ട്രേഡ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഒരു കറൻസിയിൽ തന്നെ ഇപ്പോൾ ഒരു ന്യൂസിലൻഡ് ഡോളർ ജാപ്പനീസ് യെന്നിന്റെ കറൻസി നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് തന്നെ 1 2 3 4 5 6 7 8 ട്രേഡോടെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഇടയ്ക്കിനകത്ത് എസ് എല്ലും വരുന്നുണ്ട്, അത് വേറെ കാര്യം. നമുക്ക് എസ് എൽ ഇല്ലാത്ത ട്രേഡ് ഇല്ലല്ലോ. അപ്പോൾ ട്രേഡിങ്ങിനെ സംബന്ധിച്ച് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇല്ലാത്തൊരു ട്രേഡ് ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ ഇതിനകത്ത് ഇടയ്ക്ക് റോങ് ആയിട്ടുള്ള എൻട്രികളും വരും. റോങ് ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എൽ അടിക്കുന്ന എൻട്രികൾ വരും. എൻട്രികൾ റോങ് എന്നുള്ളതല്ല, എൻട്രികൾ കറക്റ്റ് ആണ്, പക്ഷേ അത് എസ് എൽ അടിക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇതിനകത്ത് കണ്ടില്ല, നമുക്ക് ഇത്രയും സിഗ്നൽസ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പ്രോഫിറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതി നമുക്ക് വളരെ വളരെ സിമ്പിളായിട്ട്, എന്ന് പറഞ്ഞാൽ വലിയ ടെക്നിക്കൽ നോളജോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. അല്ലാതെ നമ്മുടെ സ്മാർട്ട് മണി കൺസെപ്റ്റോ അതുപോലെ പ്രൈസ് ആക്ഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം. വളരെ സിമ്പിളായിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ പറഞ്ഞു തരുന്ന പോലെ തന്നെ ട്രേഡ് ചെയ്താണ്. അല്ലാതെ നമ്മൾ വേറെ നമ്മുടെ കയ്യിൽ നിന്നിട്ട് ചെയ്യേണ്ട, നമ്മൾ ഒരുപാട് മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. അതിന് വലിയ എക്സ്പീരിയൻസ് ട്രേഡർ ആകണമെന്നൊന്നുമില്ല. വളരെ തുടക്കക്കാരാണെങ്കിൽ പോലും വളരെ മികച്ച രീതിയിൽ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനകത്ത് നമ്മൾ ട്രേഡ് എടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ എൻട്രി സിഗ്നൽ വരുന്ന ടൈമിൽ ഇപ്പോൾ ഒരു സെൽ ട്രേഡ് വന്നിട്ടുണ്ട്. ഈ സെൽ ട്രേഡ് വന്ന ടൈമിൽ നമ്മൾ നോക്കേണ്ടത് എത്രയാണ്? തൊട്ട് താഴെയുള്ള ട്രെൻഡ് ബാറുകൾ, 2 ട്രെൻഡ് ബാറുകൾ. ഇതിനകത്ത് ഈ മുകളിലത്തെ ട്രെൻഡ് ബാർ മസ്റ്റായിട്ട് നമുക്ക് റെഡ് ആയിരിക്കണം ട്രെൻഡ് വരുന്ന സമയത്ത്. അതുപോലെ നമ്മുടെ ക്യാൻഡിൽ ഷീറ്റിന്റെ കളർ ഗ്രീൻ ആയിരിക്കണം. അത്രയുമാണ് നമ്മൾ നോക്കേണ്ടത്. അതുപോലെ തന്നെ തൊട്ട് ഫസ്റ്റ് റെഡ് ക്യാൻഡിൽ ഇതാണ്. ഈ ഫസ്റ്റ് റെഡ് ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ട്രേഡ് എടുക്കുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അതുപോലെ ബൈ എടുക്കുന്നത് അതേപോലെ. ഇപ്പോൾ ബൈ ട്രേഡ് വരുന്ന സമയത്താണ് ഇവിടെ ബൈ ട്രേഡ് വന്ന ടൈമിൽ നമുക്കിവിടെ ട്രെൻഡ് ബാർ, 2 ട്രെൻഡ് ബാർ നമുക്കിവിടെ ഗ്രീൻ ആയത്. അപ്പോൾ വളരെ നല്ലൊരു ട്രേഡായിരുന്നു. കറക്റ്റ് തൊട്ട് മുന്നുള്ള ഗ്രീൻ ക്യാൻഡിലിന്റെ ഹൈ ഈ ആരോ വന്ന ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ട്രേഡ് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസും ഒക്കെ തോന്നി. ടാർഗറ്റ് അല്ല സ്റ്റോപ്പ് ലോസ്, അത്ര തന്നെ. അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു ട്രേഡ് എടുത്തിട്ട് പെട്ടെന്ന് ഇടയ്ക്ക് എക്സിറ്റ് ആയി അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. നമുക്ക് എപ്പോഴും നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഒന്നേ ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ്, ആ ഒരു രീതി വേണം നമ്മൾ ട്രേഡ് ചെയ്യാൻ. അല്ലാതെ ചെറിയൊരു പ്രോഫിറ്റ് കാണുമ്പോഴേ നമ്മൾ എക്സിറ്റ് ചെയ്ത് പോകാൻ പാടില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നല്ലൊരു സക്സസ്ഫുൾ ട്രേഡർ ആകാൻ സാധിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമ്പോഴൊക്കെ ചെറിയ പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും, ലോസ് വരുമ്പോൾ ഹ്യൂജ് ലോസും ആയിരിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മളൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ അതിന് ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഫിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതനുസരിച്ച് നമുക്ക് ട്രേഡ് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിത് സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് ആണ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് താഴേക്ക് വരുന്നതനുസരിച്ച് നമുക്ക് ഈ സ്റ്റോപ്പ് ലോസ് ട്രേഡ് ചെയ്ത് താഴേക്കും വരും. അങ്ങനെയാണ് ഈ സ്റ്റോപ്പ് ലോസ് വർക്ക് ചെയ്തത്. പിന്നെ നമുക്ക് സ്വിംഗ് ട്രേഡ് ഒക്കെ ഇതിപ്പോൾ ഒരു 1 മിനിറ്റ് ചാറ്റിലാണ്. അപ്പോൾ നമ്മൾ കൂടുതലും നമ്മുടെ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നത് നമ്മൾ 1 മിനിറ്റിലാണ്. നമ്മുടെ ഇൻട്രാഡേക്ക് യൂസ് ചെയ്ത് നമ്മൾ 1 മിനിറ്റ് ആണ്. അപ്പോൾ 1 മിനിറ്റ് യൂസ് ചെയ്യാനുള്ള കാരണം മറ്റൊന്നും. ഇപ്പോൾ 1 മിനിറ്റ് നമുക്ക് ട്രേഡ് ചെയ്യുമ്പോൾ ഒരുപാട് ട്രേഡുകൾ നമുക്ക് ഒരു ദിവസം കിട്ടും. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. 5 മിനിറ്റ്സോ അല്ലെ 15 മിനിറ്റ്സിലൊക്കെ ഓരോരുത്തർ ട്രേഡ് ചെയ്യുന്നുണ്ട്. 5-ലും 15-ലും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു ലോസ് വരുന്ന സമയത്ത് ഹ്യൂജ് ലോസ് ആയിരിക്കും നമുക്ക് വരുന്നത്. അതുമല്ല നമുക്ക് ട്രേഡിന്റെ എണ്ണം, നമ്പർ ഓഫ് ട്രേഡ് കുറവായിരിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ 5 മിനിറ്റിലും അതുപോലെ 15 മിനിറ്റിലും ഒക്കെ ട്രേഡ് ചെയ്താലുണ്ട്. പക്ഷേ ഈ 1 മിനിറ്റിലാകുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള വളരെ സിമ്പിളായിട്ട് ഒരുപാട് ട്രേഡുകൾ കിട്ടും. നമുക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു ഏതൊരു സമയത്ത് നമുക്ക് വന്നിരുന്നാലും നല്ല ട്രേഡുകൾ ഇതിനകത്ത് കിട്ടുന്നതായിരിക്കും. പിന്നെ ഫോറക്സിനെ സംബന്ധിച്ച് എപ്പോഴും നമ്മളൊരു ഫിക്സഡ് ടൈമിൽ തന്നെ ട്രേഡ് ചെയ്യാനിരിക്കുന്നതായിരിക്കും നല്ലത്. ഒന്നിൽ രാവിലെ ഇരിക്കുക, അല്ല വൈകുന്നേരം ഇരിക്കുക, അതായിരിക്കും നല്ലത്. ഉച്ചയ്ക്ക് ശേഷമൊക്കെ കൂടുതലും മാർക്കറ്റ് സൈഡ് വേസിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ കൃത്യമായ ഒരു ടൈം കണ്ടെത്തി ഫോറക്സിനകത്ത് ട്രേഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇത് നമ്മുടെ ന്യൂസിലൻഡ് ഡോളർ ജാപ്പനീസ് യെന്നിന്റെ 1 മിനിറ്റ് ചാർട്ടാണ്. നമുക്കിത് നമ്മൾ സ്വിംഗ് ട്രേഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് 30 മിനിറ്റ് ആണ്. അപ്പോൾ ഓരോ കറൻസിക്കും ഓരോ രീതിയിലാണ്. അപ്പോൾ ഇതിന് 30 മിനിറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ന്യൂസിലൻഡ് ഡോളർ ജാപ്പനീസ് യെന്നിന്റെ ഒരു 30 മിനിറ്റ് ചാർട്ടാണിത്. ഈ ഒരു 30 മിനിറ്റ് ചാർട്ട് നമുക്ക് ബൈ ട്രേഡ് കണ്ടത് 87 180 ആ റേഞ്ചിൽ നമുക്ക് ബൈ ട്രേഡ് വന്നിട്ടുണ്ട്.
ബൈ ട്രേഡ് വന്നതിന് ശേഷം നമുക്ക് അത് സെക്കൻഡ് ടാർഗറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ടാർഗറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ആ ട്രേഡ്. അത് നമുക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓഗസ്റ്റ് 6 നമുക്ക് ഈ ഒരു ട്രേഡ് വന്നിരിക്കുന്നത്. ഓഗസ്റ്റ് 6 വന്ന ട്രേഡാണ്. അപ്പോൾ ഈ ഒരു ട്രേഡ് ആഗസ്റ്റ് 6, 7, 8 ഇപ്പോഴും ഇത് നമുക്ക് നമ്മുടെ SLലേക്ക് വന്നിട്ടില്ല. ഇപ്പോഴും നമുക്ക് റണ്ണിങ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് മനസ്സിലായി. ഇപ്പോൾ നമ്മൾ ചുമ്മാതെ മാർക്കറ്റ് മുകളോട്ടും താഴോട്ടും പോകുന്നതനുസരിച്ചൊന്നും പോകണ്ട. നമ്മൾ ട്രേഡ് എടുക്കുക, ഫസ്റ്റ് ടാർഗറ്റ് അല്ലെ എത്ര ലോട്ട് സൈസാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഫസ്റ്റ് ടാർഗറ്റ് നമ്മളൊരു 80% നമ്മൾ ഫസ്റ്റ് ടാർഗറ്റിൽ ബുക്ക് ചെയ്യുക. അതാണെങ്കിൽ എപ്പോഴും സേഫ്. പിന്നെ സെക്കൻഡ് ടാർഗറ്റിൽ നമ്മളൊരു അതിനകത്തൊരു 10% ബുക്ക് ചെയ്യുക. തേർഡ് ടാർഗറ്റിന് വേണ്ടി നമ്മൾ ഒരു 10% വെക്കുക. അത് നമ്മൾ മാക്സിമം പ്രോഫിറ്റ് എടുത്ത് മാറും. സ്റ്റോപ്പ് ലോസ് എപ്പോൾ നമ്മൾ റിവേഴ്സ് വരുന്ന അപ്പോഴേ എക്സിറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പോസ്റ്റിൽ കൊണ്ടുവന്ന് SL വെച്ചിട്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അങ്ങനെ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും. ഇവിടെ തന്നെ കണ്ടില്ല, അതിന് മുന്നൊരു സെൽ ട്രേഡ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഓഗസ്റ്റ് 1 സെല്ല് വന്നത്. ഇപ്പം ഈ കറൻസിക്കകത്ത് ഓഗസ്റ്റ് 1 വന്ന സെല്ലാണ്. ഓഗസ്റ്റ് 1 സെല്ല് വന്നിട്ട് നോക്കി എത്ര പോയിന്റ്സ് വന്നിരിക്കുന്നത് നോക്കി. നമ്മളിപ്പോൾ സ്റ്റോപ്പ് ലോസ് ട്രേഡ് ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ഇത്രയും പോയിന്റ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇത് ഈ ഇത്രയും ഒരു പോയിന്റ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് എടുത്തോണ്ടെങ്കിൽ പോയി. ഇപ്പോൾ സ്വിംഗ് ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ 2ഉം 3ഉം ടാർഗറ്റ് എടുക്കുന്ന രീതിയിലുള്ള ട്രേഡുകൾ വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേ മാത്രമേ നമുക്ക് നല്ലൊരു പോയിന്റ്സ് ഇതുപോലെ ക്യാച്ച് ചെയ്യാൻ. നമ്മൾ അന്നത്തെ ദിവസം തന്നെ നമ്മൾ എക്സിറ്റ് ആകും. ഇപ്പോൾ ഇവിടെ തന്നെ ഫസ്റ്റ് ടാർഗറ്റ് ഏകദേശം ഇവിടെ ആയിക്കോട്ടെ, ഇവിടെ സെക്കൻഡും തേർഡും ഒക്കെ അടിച്ച്. അപ്പോൾ നമുക്ക് മാക്സിമം നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രേഡ് ചെയ്ത് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് എടുക്കാനും സാധിക്കും. ഇവിടെ സെല്ല് വന്നിട്ട് ഓഗസ്റ്റ് 1 സെല്ല് വന്നത്. പിന്നെ ഓഗസ്റ്റ് 6 നമുക്ക് ബൈ വന്നത്. അപ്പോൾ അതുവരെ ഈ സിഗ്നൽ റണ്ണിങ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇത്രയും ദിവസം നമുക്ക് ഹോൾഡ് ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. അതിന് മുന്നേ ഉണ്ട് അവിടെ ബൈ വന്നത്. അതിന് മുന്നേ വന്ന ബൈ ജൂലൈ 31 വന്നിട്ട് കറക്റ്റ് അത് ഓഗസ്റ്റ് 1 അത് കട്ട് ചെയ്ത് മതി. അപ്പോൾ ഇതും നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. അതിന് മുന്നേ കണ്ടില്ലേ, അതിന് മുന്നത്തെ ദിവസം നമുക്ക് മുന്നത്തെ ദിവസങ്ങൾ വന്നിട്ടുള്ളത് ജൂലൈ 28 ജൂലൈ 28 വന്നൊരു ട്രേഡാണ്. അത് 29, 30, 31 അല്ലെങ്കിൽ 3 ദിവസം ഇത് സ്വിംഗ് ട്രേഡ് ഓടി. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ചുമ്മാതെ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതനുസരിച്ച് നമ്മൾ മാറേണ്ട ഒരു ആവശ്യമില്ല. എപ്പോഴും നമ്മൾ ട്രേഡ് ചെയ്യുമ്പം ഇപ്പോൾ ഒരുപാട് കറൻസികളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് കറൻസികളൊക്കെ ഉള്ളിടത്ത് നമ്മൾ എപ്പോഴും നല്ല മൂവ്മെന്റ്സും കാര്യങ്ങളും ഉള്ള കറൻസികൾ നോക്കി മാത്രം നമ്മൾ ട്രേഡ് ചെയ്യുക. അതിനകത്താണെങ്കിൽ നമുക്ക് സക്സസ് റേറ്റ് കൂടുതൽ. ചുമ്മാതെ വോളട്ടൈലായിട്ട് നിൽക്കുന്ന കറൻസികളൊക്കെ ഉണ്ട്, അതിനകത്തൊക്കെ പോയി ട്രേഡ് ചെയ്താൽ നമുക്ക് ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ചുമ്മാതെ നമ്മൾ ട്രേഡ് ചെയ്ത് നമ്മുടെ ടൈം വേസ്റ്റ് ആക്കാന്നല്ലാതെ വേറൊരു കാര്യമില്ല. എപ്പോഴും നല്ല കറൻസികൾ നോക്കി മാത്രം ചെയ്യും. അപ്പോൾ എല്ലാ കറൻസികളും നമുക്ക് ഇതേപോലെ സക്സസ് റേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം ഓരോ കറൻസികളും ഓരോ രീതിയിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്ത് ഏറ്റവും നല്ല സക്സസ് ആയിട്ട് പോകുന്ന കറൻസികൾ മാത്രം സെലക്ട് ചെയ്ത് നമ്മൾ ട്രേഡ് എടുക്കുക. ഫോറക്സ് കറൻസിയുടെ കേസിലാണ്. ഇവിടെ തന്നെ നമുക്ക് ഇവിടെ ഗോൾഡാണ്, ഇത് ഫോറക്സ് ഗോൾഡാണ്. ഇപ്പോൾ ഗോൾഡിനകത്തും കണ്ടിരുന്നു. ഗോൾഡിനകത്ത് നമുക്ക് ഓഗസ്റ്റ് 7 ഒരു ട്രേഡ് വന്നതാണ്. 7 വന്നിട്ട് 7 നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചു കണ്ടില്ലേ. ഗോൾഡിനകത്ത് നമുക്ക് സ്വിംഗ് ട്രേഡിനകത്ത് ബൈ വന്നതാണ് 33.88 ഈ ഒരു റേഞ്ചിൽ നമുക്ക് ബൈ ട്രേഡ് വന്നതാണ്. ഇപ്പം P&L ഇപ്പോൾ 10 പോയിന്റ്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇത്രയും പോയിന്റ് ടാർഗറ്റ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഇത് റണ്ണിങ് ആണ്, ഇപ്പോഴും ഇത് SL ഹിറ്റ് ആയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നമ്മൾ കൂടുതൽ ലോട്ട് സൈസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റിൽ ഒരു 80% ഫസ്റ്റ് ടാർഗറ്റിൽ തന്നെ ബുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിനുശേഷം 10% വേണമെങ്കിൽ സെക്കൻഡ് ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അടുത്ത 10% നമ്മൾ ഈ സ്റ്റോപ്പ് ലോസ് ട്രേഡ് ചെയ്ത് കൊണ്ടുപോകും. അല്ലാന്നുണ്ടെങ്കിൽ സേഫായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ സെക്കൻഡ് ടാർഗറ്റ് ഒക്കെ എത്തി കഴിയുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ നമുക്ക് പോസ്റ്റിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റിലോ കൊണ്ടുവെക്കാം. അങ്ങനെ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് സ്വിംഗ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എല്ലാ മാർക്കറ്റിലും യൂസ്, ഇപ്പോൾ ഫോറക്സ് മാർക്കറ്റിലല്ല ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ വളരെ മികച്ച രീതിയിൽ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. ബാങ്ക് നിഫ്റ്റി ആയാലും അതുപോലെ ഓപ്ഷൻസ് ആയാലും സ്റ്റോക്കുകളിലും ഒക്കെ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. തുടക്കക്കാർക്കൊക്കെ വളരെ മികച്ച രീതിയിൽ ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടുതൽ പഠിക്കാനും എടുക്കാനും ഒന്നും പോകണ്ട, വളരെ സിമ്പിളായിട്ട് ഇതിനകത്ത് എങ്ങനെ പറഞ്ഞു തരുന്നത് അതനുസരിച്ച് ചെയ്യുക. എങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് പ്രോഫിറ്റ് തന്നെ ആയി. ഒരിക്കലും നിങ്ങളുടെ ക്യാപിറ്റൽ വാഷ് ഔട്ടായി പോകുന്ന പരിപാടിയൊന്നും ഇതിനകത്ത് വരുന്നില്ല. അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളെ ഇതിനകത്തില്ല. നിങ്ങൾക്ക് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു പ്രോഫിറ്റ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം നന്ദി. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ഓക്കെ.